കളമശ്ശേരി, കേരളത്തിൻ്റെ വ്യവസായ ഹൃദയമിടിപ്പ്. ഇവിടെ ഇപ്പോൾ പുകയുന്നത് ഫാക്ടറികളിലെ ചിമ്മിനികളല്ല, വോട്ടർമാരുടെ മനസ്സിലെ രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു വശത്ത് 5 വർഷത്തെ വികസന വിപ്ലവം മന്ത്രമാക്കിയ വ്യവസായ മന്ത്രി പി രാജീവ്, മറുവശത്ത് ലോക്സഭയിലെയും തദ്ദേശത്തിലെയും വമ്പൻ വിജയങ്ങളുടെ തിളക്കത്തിൽ കോട്ട തിരിച്ചുപിടിക്കാൻ ഇറങ്ങുന്ന UDFന്റെ അബ്ദുൽ ഗഫൂർ. 2020 മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട തകർത്തെറിഞ്ഞ് പി രാജീവ് കളമശ്ശേരിയിൽ ചുവപ്പ് കൊടി നാട്ടിയപ്പോൾ അതൊരു ചരിത്രമായിരുന്നു. ഇത്തവണ മന്ത്രിയുടെ വികസന ഇമേജാണോ അതോ UDFന്റെ തദ്ദേശ തരംഗമാണോ കളമശ്ശേരിയിൽ ജയിക്കുക? ചതുരംഗ കളത്തിലെ അവസര നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2011 രൂപീകൃതമായ കളമശ്ശേരി മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായിരുന്നു. VK ഇബ്രാഹിം കുഞ്ഞ് 10 വർഷം അടക്കി ഭരിച്ച മണ്ഡലം. ആ കോട്ടയാണ് കഴിഞ്ഞ തവണ പി രാജീവ് തകർത്തത്. ആലുവ, വടക്കേക്കര, പറവൂർ മണ്ഡലങ്ങളിലായിരുന്ന കളമശ്ശേരി, ഏലൂർ നഗരസഭകളെയും ആലങ്ങാട്, കടുങ്ങല്ലൂർ, കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി 2008 കളമശ്ശേരി മണ്ഡലം രൂപീകരിക്കുന്നത്. 2010 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPMലെ K ചന്ദ്രപിള്ളയെ 7789 വോട്ടിന് പരാജയപ്പെടുത്തി VK ഇബ്രാഹിം കുഞ്ഞ് നിയമസഭയിലെത്തി. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയുമായി. 2016 മുൻ MLA AM യൂസഫിനെ 12118 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീഴ്ത്തി ഇബ്രാഹിം കുഞ്ഞ് ജയം ആവർത്തിച്ചു. എന്നാൽ 2021 പാലാരിവട്ടം പാലം അഴിമതി ആരോപണങ്ങളും വികസന വിരുദ്ധ വികാരവും മണ്ഡലത്തിന്റെ രാഷ്ട്രീയഗതി മാറ്റി. VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂറും പി രാജീവും തമ്മിലായിരുന്നു മത്സരം. 15336 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി രാജീവ് മണ്ഡലം പിടിച്ചെടുത്തത്. ലീഗ് കോട്ടകളിൽ പിളർപ്പുണ്ടാക്കാൻ രാജീവിന് സാധിച്ചെന്നത് ശ്രദ്ധേയമായിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം വീണ്ടും വലത്തോട്ട് ചിരിഞ്ഞു. എറണാകുളം മണ്ഡലത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലും ഹൈബി ഈഡൻ ലീഡ് വർദ്ധിപ്പിച്ചു. CPMലെ KJ ഷൈൻ ടീച്ചർക്ക് 37780 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഹൈബി നേടിയത് 76227 വോട്ടുകൾ. പി രാജീവിന്റെ ബൂത്തിൽ പോലും ഹൈബി ഈഡൻ ഇരട്ടി വോട്ട് നേടി. പരമ്പരാഗത വോട്ടുകൾ UDFലേക്ക് തിരിച്ചെത്തിയതും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവുമാണ് ഇവിടെ സംഭവിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കളമശ്ശേരിയിൽ UDFന് ചരിത്ര വിജയം നേടാനായി. ഏലൂർ നഗരസഭ മാത്രമാണ് നേരിയ ഭൂരിപക്ഷത്തിൽ LDF നിലനിർത്തിയത്. ഇവിടെ 32-ൽ 15 സീറ്റാണ് LDFന് ലഭിച്ചത്. 12 UDFും ബാക്കിയിടങ്ങളിൽ BJPയും ജയിച്ചു. കളമശ്ശേരി നഗരസഭയിൽ 46-ൽ 30 വാർഡുകൾ നേടി UDF അധികാരം നിലനിർത്തി. LDFന് വെറും 13 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 30 വർഷം ഇടതുമുന്നണി കൈവശം വെച്ചിരുന്ന ആലങ്ങാട് പഞ്ചായത്തിൽ 24-ൽ 18ഉം 10 വർഷം LDF ഭരിച്ച കരുമാലൂരിൽ 22-ൽ 13 സീറ്റും കുന്നുകരയിൽ 16-ൽ 9ഉം കടുങ്ങല്ലൂരിൽ 24-ൽ 14ഉം UDF നേടി. ഈ ഗ്രാസ് റൂട്ട് ലെവലിലെ കരുത്താണ് അബ്ദുൽ ഗഫൂറിന് ആശ്വാസമാകുന്നത്. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം മണ്ഡലത്തിൽ സജീവമാണ് ഗഫൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF തരംഗവും ലീഗ് വോട്ടുകളുടെ ഏകീകരണവും ഗഫൂറിന് അനുകൂല ഘടകങ്ങളാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ UDFന് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും പി രാജീവ് എന്ന വ്യക്തിയുടെ വികസന നായകൻ എന്ന ഇമേജും ഭരണസ്വാധീനവും ഉപയോഗിച്ച് ഈ വെല്ലുവിളിയെ മറികടക്കാമെന്നാണ് LDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ കൊണ്ടുവന്ന വ്യവസായ വികസന പദ്ധതികളാണ് രാജീവിന്റെ കരുത്ത്. വ്യക്തിപരമായ സ്വാധീനത്തോടെ രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകളും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. കളമശ്ശേരി ഒരു വ്യാവസായിക ഹബ്ബാണ്. അവിടെ ഒരു വ്യവസായ മന്ത്രി തന്നെ MLA വരുന്നത് മണ്ഡലത്തിന്റെ ഭാവി വികസനത്തിന് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വോട്ടർമാർ ചിന്തിക്കുന്നുണ്ട്. സംരംഭക വർഷം പദ്ധതിയിലൂടെ മണ്ഡലത്തിലുണ്ടായ പുതിയ സ്റ്റാർട്ടപ്പുകളും ചെറുകിട സംരംഭങ്ങളും ഇതിന് തെളിവായി LDF ഉയർത്തിക്കാട്ടുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെട്ട വിദ്യാഭ്യാസ ഹബ്ബ്, കിൻഫ്ര ഹൈടെക് പാർക്ക്, സ്റ്റാർട്ടപ്പ് മിഷൻ, മെഡിക്കൽ കോളേജ്, ക്യാൻസർ റിസർച്ച് കേന്ദ്രം, മെട്രോ വികസനം എന്നിവയെല്ലാം രാജീവ് ഉയർത്തി കാണിക്കുന്നുണ്ട്. വീടില്ലാത്തവർക്കായി സ്പോൺസർഷിപ്പിലൂടെ വീട് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് പദ്ധതി മണ്ഡലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വ്യവസായ മന്ത്രി എന്ന നിലയിൽ കളമശ്ശേരിയിൽ 100 കോടി രൂപയുടെ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കും. വിവാദങ്ങളിൽ അധികം പെടാത്ത പക്വതയുള്ള രാഷ്ട്രീയ നേതാവ് എന്ന പ്രതിച്ഛായ പി രാജീവിനുണ്ട്. മന്ത്രിയായിരുന്നിട്ടും മണ്ഡലത്തിലെ പ്രാദേശിക പരിപാടികളിലും വിവിധ ചടങ്ങുകളിലും അദ്ദേഹം കാട്ടുന്ന സാന്നിധ്യം വോട്ടർമാരുമായുള്ള വ്യക്തിപരമായ ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടുകളും സെക്യുലർ ഇമേജും ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ഇടതുപക്ഷത്തെ ഘടിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഭരണ തുടർച്ചയും വികസനവും പറയുന്ന രാജീവും രാഷ്ട്രീയ തിരിച്ചറിവിന് കോപ്പുകൂട്ടുന്ന ഗഫൂറും തമ്മിലുള്ള പോരാട്ടം ഫോട്ടോ ഫിനിഷിലാണ് നീങ്ങുന്നത്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDFന് അനുകൂലമാണെങ്കിലും പി രാജീവ് എന്ന കരുത്തനായ നേതാവിന്റെ വ്യക്തിപ്രഭാവം മറികടക്കാൻ UDFന് കഠിനാധ്വാനം വേണ്ടിവരും. കളമശ്ശേരി ആർക്കൊപ്പം നിൽക്കും? കാത്തിരുന്ന് കാണാം.